യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ നിലകളിലുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ദിവസങ്ങളാണിത്. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ദൈവവചനത്തിന്റെ മർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുൻ നിയമനമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. മുൻ നിയമനം പ്രാപിച്ചവരായ ആളുകൾ സുവിശേഷത്താൽ ദൈവത്താലുള്ള വിളി അവർ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ വിളിയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ദൈവം നമ്മെ വിളിക്കുന്നത് തൻ്റെ സുവിശേഷത്താലാണ് എന്നുള്ളതായ ആ പ്രധാനപ്പെട്ട ആശയം വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുവാനിടയായി തീർന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എവിടേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഒരു വിളി ഒരാൾ വിളിക്കുമ്പോൾ ആ വിളിയുടെ പുറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എവിടേക്ക് വിളിക്കുന്നു എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു, നമ്മെ കർത്താവ് യേശുക്രിസ്തു വിളിക്കുന്നത് അവന്റെ കൂട്ടായ്മയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അതിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ ഈ വിളി എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇവിടെ എന്നെ സ്നേഹിക്കുന്നവൻ എന്ന് പറയുന്നത് യേശുവിന്റെ വിളിയെ അനുസരിക്കുന്നവരെ കുറിച്ചാണ്. അപ്പോൾ ആ അനുസരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് കർത്താവ് പറയുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്ന് വാസം ചെയ്യുന്നതാണ് കൂട്ടായ്മ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശു പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിലേക്ക് കടന്നു വരണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധവും അതേപോലെ തന്നെ സഭയായിട്ടുള്ള കൂട്ടായ്മയുമാണ്. അതുകൊണ്ട് ഒരാൾ പോലും ഒറ്റയ്ക്കുള്ള കൂട്ടായ്മയിലല്ല നിൽക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവരോട് ചേർന്നുള്ള ക്രിസ്തീയമായ ആ കൂട്ടായ്മയിൽ നിൽക്കണം. അതിലൂടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിളി എന്തിനു വേണ്ടിയാണ്, എവിടേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിളി എന്തിനാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മഹത്വം പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. മഹത്വം പ്രാപിപ്പാൻ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതിനുവേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ രക്ഷയ്ക്കായി ദൈവം എന്തിനാണ് വിളിച്ചത്? ഇവിടെ വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ മറുവോട് ചാരി നിന്നതായ അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. എങ്ങനെ ദൈവമക്കളായി തീർന്നു? സുവിശേഷ ഘോഷണത്താലുള്ള ദൈവത്തിന്റെ വിളിയെ സ്വീകരിച്ചപ്പോൾ നാം ദൈവമക്കളായി തീർന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ദൈവമക്കളാണ്. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അന്നത്തെ കാലത്തും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരായിരുന്ന ആ അപ്പോസ്തലന്മാർ ചിന്തിച്ചത് നമ്മൾ എങ്ങനെയായി തീരും എന്നുള്ളത് അവരുടെ ജീവകാലത്തിൽ പ്രത്യക്ഷമായിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതമായി കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഇതാണോ ദൈവത്തോടൊപ്പമുള്ള ജീവിതം? പലപ്പോഴും പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലരും ദൈവവചനത്തെ തെറ്റായി പ്രസംഗിക്കുന്നത്, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, വലിയ സമൃദ്ധി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം പോലും ഉണ്ടാകാതിരിക്കുന്ന ആ ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഇങ്ങനെയാണോ ക്രിസ്തു ജീവിതം? ഈ അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള ദൈവത്തിന്റെ ദാസന്മാർ നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതിന്റെ അർത്ഥം
നാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, അവന്റെ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ വെച്ചല്ല നമ്മളുടെ തേജസ്കരണം നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ ആ തേജസ് നമ്മൾ പ്രാപിക്കുന്നത് ഈ ലോകത്തിലല്ല. മറിച്ച് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ആ തേജസ് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു വരുമ്പോഴാണ് നമ്മൾ പ്രാപിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അനേകരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളെയാണ് മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിശാച് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞത് അത് തന്നെയല്ലേ? നോക്കൂ, ഈ ലോകം മുഴുവൻ കാണ്, ലോകത്തിലെ നഗരങ്ങളെ കാണ്, ഈ മഹത്വമെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇത് ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഇന്ന് പിശാച് ചെയ്യുന്നതായ കാര്യം, വളരെ സങ്കടത്തോടെ പറയട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്നവരായ ആളുകളിൽ കൂടെ പോലും പിശാച് പറയുന്നത് ഈ ലോകത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ്. കാറിനെ കുറിച്ച്, വീടിനെ കുറിച്ച്, വസ്തുക്കളെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, നല്ല ജോലിയെ കുറിച്ച്. അതൊന്നും വേണ്ടതല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഇതൊന്നുമല്ല ദൈവം നമുക്ക് തരാൻ പോകുന്ന മഹത്വം. മറിച്ച് ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അതായത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ കഴിയുന്നതായ, അല്ലെങ്കിൽ നമുക്ക് ഉളവാകുന്നതായ കാര്യമാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന് മുഖവശമില്ല, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യിപ്പിക്കുന്നവനെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മ, എല്ലാവർക്കും ലഭിക്കുന്ന പോലുള്ള നന്മയാണ് ദൈവം നമുക്ക് തരുന്നത്. പക്ഷേ ദൈവം നമുക്ക് തരാൻ പോകുന്ന തേജസ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. എന്നിട്ട് 3-ാം വാക്യം പറയുന്നു, അവനിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ 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 നിർമ്മലീകരിക്കുന്നു. കാരണം നാം അവൻ ഇരിക്കും പോലെ അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും എന്ന് നാം അറിയുന്നു. ഇത് നമ്മളുടെ പ്രത്യാശയാണ്. അതാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചത്. 2 തെസ്സലോനിക്കർ 2-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ എന്റെ ചോദിക്കായിരിക്കും, ഈ മഹത്വം നമുക്ക് ഈ ഭൂമിയിൽ പ്രാപിക്കാൻ കഴിയില്ലേ? അങ്ങനെ ചോദിച്ചാൽ, കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ആ ദൈവരാജ്യം എന്ന് പറയുന്നത് അക്ഷരീകമായ ദൈവരാജ്യമല്ല, മറിച്ച് ദ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗാഡ്, ആത്മീക ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ തേജസ് ആത്മീയമായി നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിക്കാൻ കഴിയുന്നത് നമ്മൾ ഇവിടെ വായിച്ചതുപോലെ ദൈവത്തിന്റെ മക്കളായി തീരുന്ന ആളുകൾക്ക് ആത്മീയമായി അത് അനുഭവിക്കാൻ സാധിക്കും. അവരൊരിക്കലും ലജ്ജിച്ചു പോകുന്നവരല്ല. ജീവിതത്തിന് മുമ്പിൽ ധാരാളം തിക്ത അനുഭവങ്ങളും വിരോധമായി പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും അവരുടെ പ്രത്യാശ കുറഞ്ഞു പോകുന്നില്ല. അവർ പ്രത്യാശയുടെ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും. കാരണം ആ മഹത്വം അവർക്ക് ഇപ്പോൾ ആത്മീയമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ യാതൊരു അനുഗ്രഹങ്ങളും, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ല നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്, മറിച്ച് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കുന്നതാണ്. അതായത് അന്നാണ് നമ്മുടെ ഈ രക്ഷ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ആ രക്ഷയുടെ സന്തോഷം നമ്മൾ പൂർണ്ണമായി അനുഭവിക്കാൻ പോകുന്ന അന്നാണ്. പക്ഷേ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, എന്നെ ദൈവം വിളിച്ചത് ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് ഞാൻ എതിരല്ല. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ കാര്യങ്ങളെ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി തരുന്നതായ തേജസ്സാണ്. അതിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അപ്പോൾ വിളി എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ ദൈവം നമ്മെ വിളിച്ചത് അവന്റെ തേജസ് അല്ലെങ്കിൽ അവന്റെ മഹത്വം പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ദൈവം വിളിച്ചതെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ മഹത്വത്തിൽ എടുക്കപ്പെടുക, മഹത്വം പ്രാപിക്കുക, മഹത്വത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ളതായ ഒരു ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ ജീവിപ്പാൻ
ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാപിക്കാം. സ്വർഗീയ പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നുള്ളത് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നല്ലോ. ദൈവം ഞങ്ങളെ എന്തിനാണ് വിളിച്ചത് എന്നുള്ള വിഷയത്തിൽ ഒന്നാമത്തേതായ ആ വിളിയുടെ ആ ഉദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വം പ്രാപിപ്പാൻ അത്രേ നീ ഞങ്ങളെ വിളിച്ചത്. കർത്താവെ, അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഇന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള സമർപ്പണം ജീവിതം നയിപ്പാൻ ഞങ്ങളേവരും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.